ലോകത്തിലെ ഏറ്റവും ധനികനായ യാചകൻ എന്ന പദവി സ്വന്തമാക്കിയിരിക്കുകയാണ് മുംബൈയിലെ ഭരത് ജെയിൻ എന്ന വ്യക്തി. ഭിക്ഷാടനത്തിലൂടെ മാത്രം 7.5 കോടി രൂപയുടെ ആസ്തിയാണ് ജെയിൻ സമ്പാദിച്ചു നേടിയത്. 1.5 കോടി രൂപ വില മതിക്കുന്ന 2 ഫ്ളാറ്റുകളും ഒരു സ്റ്റേഷനറി കടയും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. കുടുംബത്തിന്റെ എതിർപ്പ് ഉണ്ടായിരുന്നിട്ടും ജെയിൻ ഇപ്പോഴും ഭിക്ഷാടനത്തിൽ തന്നെ തുടരുകയാണ് എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഭരത് ജെയിന് വിദ്യാഭ്യാസം നേടാനും സാധിച്ചിരുന്നില്ല. വിശപ്പും ദാരിദ്ര്യം ഒട്ടും സഹിക്കാനാകാതെയായിരുന്നു അദ്ദേഹം ഭിക്ഷാടനത്തിലേക്ക് തിരിഞ്ഞിരുന്നതും. 40 വർഷത്തോളമായി അദ്ദേഹം ഭിക്ഷയെടുക്കുകയാണ്. ദിവസവും 10 മുതൽ 12 മണിക്കൂർ വരെ ഭിക്ഷയെടുത്ത് 2000 മുതൽ 2500 രൂപ വരെ സമ്പാദിക്കുകയും ചെയ്തു. ഇതുവഴി പ്രതിമാസം 60,000 മുതൽ 75,000 രൂപ വരെയാണ് വരുമാനം. യാചകനാണെങ്കിലും ഭരത് ജെയിൻ ഒരു കൗശലക്കാരനായ ബിസിനസ്സുകാരനും നിക്ഷേപകനുമാണ്. ഭാര്യ, 2 ആൺമക്കൾ, അച്ഛൻ, സഹോദരൻ എന്നിവരോടൊപ്പം ഫ്ളാറ്റിലാണ് ജെയിൻ ഇപ്പോൾ താമസിക്കുന്നത്. താനെയിൽ 2 കടകൾ ജെയിന് സ്വന്തമായിട്ടുമുണ്ട്. ഇതിലൂടെ പ്രതിമാസം 30,000 രൂപ വാടക വരുമാനവും ലഭിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മക്കൾ കോൺവെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. സാമ്പത്തികമായി സ്ഥിരതയുണ്ടായിട്ടും ഭരത് ജെയിൻ ഭിക്ഷാടനം നിർത്താൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ഭിക്ഷാടനം തനിക്ക് ഇഷ്ടമാണെന്നാണ് ഇദ്ദേഹം കൂടുതലും പറയുന്നത്. താൻ അത്യാഗ്രഹിയല്ലെന്നും ഉദാരമതിയാണെന്നുമാണ് ജെയിൻ പറയുന്നത്. ക്ഷേത്രങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഇദ്ദേഹം പതിവായി സംഭാവനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഭിക്ഷാടനം ഒരു നിരാശാജനകമായ അതിജീവന മാർഗമല്ലെന്നും ശമ്പളമുള്ള ജോലി പോലെ താൻ തിരഞ്ഞെടുക്കുന്ന ഒരു തൊഴിലാണെന്നുമാണ് അദ്ദേഹം കൂടുതലും അഭിപ്രായപ്പെടുന്നത്. അതേസമയം തന്നെ എന്റർപ്രൈസ് വേൾഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ സമ്പന്നനായ യാചകൻ എന്നത് ജെയിൻ മാത്രമല്ല. ഇന്ത്യ 40,000-ലധികം സ്ഥിരം യാചകരുടെ വാസസ്ഥലം കൂടിയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ യാചക ജനസംഖ്യകളിലൊന്നായി മാറ്റുന്നുമുണ്ട്. 81,000-ലധികം യാചകരുമായി പശ്ചിമ ബംഗാൾ പട്ടികയിൽ ഒന്നാമതാണ് നിലനിൽക്കുന്നത്. ഇതിന് തൊട്ടു പിന്നിലെ സ്ഥാനക്കാരെന്നത് ഉത്തർപ്രദേശും ആന്ധ്രാപ്രദേശുമാണ്. ദാരിദ്ര്യം, വൈകല്യം, ദൗർഭാഗ്യകരമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവയാണ് പല യാചകരെയും നയിക്കുന്നതെങ്കിലും ഭരത് ജെയിനെ പോലെയുള്ളവർ ഭിക്ഷാടനത്തെ ഒരു ലാഭകരമായ തൊഴിലായി കാണുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾക്ക് ഭിക്ഷാടനം എന്നത് സ്ഥിരവും ലാഭകരവുമായ ഒരു വരുമാന മാർഗമാണ്.